Next topic is asymptotic notation of a time complexity. എന്താണ് ഈ asymptotic notation എന്ന് നോക്കാം. നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് മുന്നത്തെ ലെക്ചേഴ്സിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്കൽ വേ ടു റെപ്രസെന്റ് എ ടൈം കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ഇനി പഠിക്കാനുള്ളത്. ദറ്റ് ഈസ് കോൾഡ് asymptotic notation. ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് asymptotic notation യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So there are three notations for representing time complexity. One is big O, notation is capital O. Second one is big omega, notation is this one. And third one is big theta. And these are the three representation to represent time complexity in a mathematical way. നമുക്ക് ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. So first one is big O. ബിഗ് ഒ എന്ന് പറയുന്നത് ഈസ് എ മാക്സിമം ടൈം ടു റൺ എ അൽഗോരിതം. നമ്മൾ ടൈം കോംപ്ലക്സിറ്റീനെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യണം. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ബിഗ് ഒ. ബിഗ് ഒ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റിയിലെ ഏറ്റവും മാക്സിമം ആ അൽഗോരിതം റൺ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ദറ്റ് ഈസ് കോൾഡ് വേഴ്സ്റ്റ് ടൈം. ദറ്റ് ഈസ് എ വേഴ്സ്റ്റ് കേസ് എന്ന് പറയലേ. വി ഹാവ് ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ആൻഡ് വേഴ്സ്റ്റ് കേസ്. സോ ബിഗ് ഒ എന്ന് പറയുന്നത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് റൺ ചെയ്യുമ്പോൾ എടുക്കാവുന്ന മാക്സിമം ടൈമാണ് ബിഗ് ഒ. നൊട്ടേഷൻ ഈസ് ബിഗ് ഒ 0 എന്ന് പറയും. ആൻഡ് ഹിയർ വി ആർ കാൽക്കുലേറ്റിംഗ് ഫോർ ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പർ ബൗണ്ട് വാല്യൂവിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹിയർ വി ഹാവ് വൺ ഗ്രാഫ്. ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഇൻപുട്സ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ ടൈം ബൗണ്ട് ചെയ്തിട്ടുണ്ട്. And we have two function f of n and c of g of n. ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ഇതിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സി ഓഫ് ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ടൈം ദറ്റ് ഈസ് n0 എന്ന്. സോ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ n0 എന്ന് പറഞ്ഞ ഇൻപുട്സ് വാല്യൂ n0 ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം കൊടുക്കുന്ന എല്ലാ n എന്ന് പറയുന്ന വാല്യൂസും എഫ് ഓഫ് എന്നേക്കാൾ ഗ്രേറ്റർ ആണ് സി ഓഫ് ജി ഓഫ് എൻ്റെ വാല്യൂ. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഒ ഓഫ് ജി ഓഫ് എൻ. Here g of n is called upper bound. ഇനി നമുക്ക് ഈ g of n എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് f of n, g of n is called big O of f of n. big O of f of n ന്റെ big O ഫംഗ്ഷനാണ് g of n. എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ദിസ് ഈസ് ദ ഇക്വേഷൻ. f of n, if f of n is less than or equal to c into g of n. If f of n less than or equal to c into g of n, we can say that f of n is equal to big O of g of n. എന്താണ് കണ്ടീഷൻ? f of n എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം c of g of n. ദറ്റ് ഈസ് എവറി ടൈം ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ. c of g of n എന്ന് പറയുന്ന f of n നേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ ആവുകയാണെങ്കിൽ we can say that g of n is a big O of f of n. And the condition is c should be greater than 0 and n is always greater than n0, n0 always greater than or equal to 0. നമുക്കൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ബിഗ് ഒ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷനാണ് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് n ഈക്വൽ ടു എഫ് ഓഫ് n ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു ജി ഓഫ് n. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിഗ് ഒ കണ്ടുപിടിക്കണമെങ്കിൽ, ബിഗ് ഒ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ if we can say, find out c and n0 such that f of n less than or equal to c of g of n. ഇനി നമുക്ക് ഒരു സിയിലും n0ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണെങ്കിൽ f of n is less than or equal to c g of n. f of n എന്ന് പറയുന്ന ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g of n എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സിക്കും n0നും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ we can say that g of n is a big O function of f of n. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം.
This is a sample problem. F of n is given. F of n is equal to 2n square plus n plus 3. Okay. Now we have to find out what is g of n. ഇനി നമുക്കതിനെ കറസ്പോണ്ടിങ് g of n കണ്ടുപിടിക്കണം. നമുക്ക് ഇക്വേഷൻ എന്താണെന്നറിയാം. f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g of n ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു g of n നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിന് ബിഗ് ഒ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ബിഗ് ഒ. ഇനി 2n square plus, it's not n square, 2n square plus n plus 3, 2n square plus n plus 3 less than or equal to c into g of n. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷൻ കൊടുത്താലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും n സ്ക്വയർ, അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും n ക്യൂബ്. സോ ഹിയർ വി ആർ ഫൈൻഡിങ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ ഏറ്റവും മിനിമം ആയിട്ടുള്ള അപ്പർ ബൗണ്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ വാല്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ദിസ് ഈസ് അവർ ഫംഗ്ഷൻ. ദിസ് ഈസ് ഓൾറെഡി ഡിഫൈൻഡ്. 1 is greater than, 1 is less than log n, log n is less than root n, root n is less than n is less than n log log n is less than n square is less than n cube less than n raised to 4 etc. less than 2 raised to n, less than 3 raised to n etc. less than n. സോ ഇവിടെ നമ്മൾ ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? n സ്ക്വയർ ഫംഗ്ഷൻ. സോ n സ്ക്വയറിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നോക്കി. സോ ഈ n സ്ക്വയറിന്റെ g of n നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ g of n? എന്തായിരിക്കും g of n എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ n സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ചെറിയ വാല്യൂസ് ആണ് ഈ കാണുന്നത്. ഈ ഇവിടുന്ന് n സ്ക്വയർ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നല്ല, അതിനൊക്കെ ചെറുതാണ്. സോ ഇതിൽ നിന്നൊരു ഫംഗ്ഷൻ നമുക്ക് g of n ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി n സ്ക്വയറിനൊക്കെ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ വാല്യൂസ് ഒക്കെ റൈറ്റ് സൈഡിൽ g of n ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ ലെസ് ദാൻ ഈസ് പോസിബിൾ. സോറി, ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഈസ് പോസിബിൾ. സോ ഈക്വൽ ടു എന്ന് പറഞ്ഞ വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വി ക്യാൻ ടേക്ക് ഫ്രം n സ്ക്വയർ ഓൺവേർഡ്സ്. n സ്ക്വയർ മുതൽ അലൗഡ് ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാക്സിമം ആയിട്ടുള്ള ഒരു അപ്പർ ബൗണ്ട് വാല്യൂ കണ്ടുപിടിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ഈ n ക്യൂബ് റേസ് ടു 3n ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളോട് പറഞ്ഞ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. സോ ഇതാണ് ഏറ്റവും വാല്യൂസ്. ഇങ്ങോട്ട് പോകുന്നതും ചെറുതാണ്ടേ ഇരിക്കും. സോ n ക്യൂബിനേക്കാൾ ചെറുതാണ് n സ്ക്വയർ. സോ ദിസ് ഈസ് ദ ലീസ്റ്റ് വാല്യൂ. സോ വി ക്യാൻ സെലക്ട് g of n ആസ് n സ്ക്വയർ. g of n n സ്ക്വയർ ആയിട്ടാണ് സെലക്ട് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. g of n പകരം ഞാൻ n സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇപ്പോൾ g of n എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ഇനി എനിക്ക് c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ c കണ്ടുപിടിക്കണം. ഞാൻ ഓരോ വാല്യൂ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോറി, നമ്മൾ ഇവിടെ c എന്ന് പറയുന്നത് എടുക്കുന്നത് നമ്മൾ ഇവിടുത്തെ കോഎഫിഷ്യന്റ് നോക്കൂ, 2n സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് 2n സ്ക്വയറിനേക്കാൾ ഒന്ന് കൂടുതലുള്ള വാല്യൂ വേണം എടുക്കാൻ. സോ 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ വി ക്യാൻ ടേക്ക് c as 3. അങ്ങനെയാണ് ഇവിടെ 3 വരുന്നത്. 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n സ്ക്വയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ് g of n ആയിട്ട്. നമ്മൾ g of n എന്ന് പറയുന്നതിന്റെ വാല്യൂ ചൂസ് ചെയ്യുക ചെയ്യുന്നത് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു g of n നും c ക്കും വാല്യൂ കണ്ടുപിടിക്കണം. g of n ഞാൻ പറഞ്ഞു n സ്ക്വയറിന്റെ റൈറ്റ് സൈഡിലെല്ലാം അതിന് ഗ്രേറ്റർ ആണ്. n സ്ക്വയർ കഴിഞ്ഞാൽ n ക്യൂബ് n എക്സെട്ര. പക്ഷെ നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് n സ്ക്വയർ തന്നെയാണ് നമ്മൾ എടുത്തത്. ഇനി ഇത് എപ്പോഴും ഗ്രേറ്റർ ആവാൻ ഇവിടെയുള്ള 2n സ്ക്വയർ ആയതുകൊണ്ട് അതിനൊക്കെ ഒന്ന് കൂടുതലായിട്ട് 3n സ്ക്വയർ എടുത്തു. ഇതിപ്പോൾ 3n സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഞാൻ 4n സ്ക്വയർ എടുക്കണം. 1n സ്ക്വയർ ആണെങ്കിൽ ഞാൻ ഇവിടെ 2n സ്ക്വയർ ആണ്. കാരണം ജസ്റ്റ് ഒന്ന് ഗ്രേറ്റർ ആയാൽ മതി. ഇനി ഏത് n എന്ന് പറയുന്ന വാല്യൂവിനാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ n0 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ വരുന്ന കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ഈ ഫംഗ്ഷൻ f of n ഒക്കെ ഗ്രേറ്റർ ആയിട്ട് c of g of n വരുള്ളൂ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്താണ് n-ന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ എല്ലാ വാല്യൂസിനും ഇത് ഗ്രേറ്റർ ആവുള്ളൂ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുത്തപ്പോൾ ഇതെല്ലാം 0 ആയി. 3 ഉണ്ട്. 3 is less than equal to 0. ഇവിടെ 0 കൊടുത്തപ്പോൾ ഇവിടെ 0 ആയി. സോ ഇത് റോങ് ആണ്. അഗെയിൻ 1 ഇട്ട് കൊടുത്തു. 1 കൊടുക്കുമ്പോൾ ഇത് 2 into 1 plus 1 plus 3. So 5 plus 1 6 less than or equal to 3 into 1 3. This is again wrong one. So അത് പറ്റില്ല. ഇനി അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കാം.
എൻ സ്ക്വയർ ഇട്ട് കൊടുത്തു. എൻ സ്ക്വയർ ഇട്ട് കൊടുത്തപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഞാൻ 13 കിട്ടി, ഇവിടെ 12 കിട്ടി. അഗെയിൻ ഇത് വയലേറ്റ് ചെയ്യാണ്. സോ എൻ സ്ക്വയറും വാല്യൂ ഇല്ല. ഞാൻ അഗെയിൻ എൻ ക്യൂബ് 3 ഈക്വൽ ടു ഇട്ട് കൊടുത്തപ്പോൾ ഇതിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹിയർ ഐ ഗോട്ട് 24, ഹിയർ ഐ ഗോട്ട് 27. സോ 24 is less than or equal to 27. So this is, I got n equal to 3. That from that onwards, f of n less than or equal to c into g of n. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. എഫ് ഓഫ് എന്നിന് കറസ്പോണ്ടിങ് സിയുടെയും ജി ഓഫ് എന്നിൻ്റെയും വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ദിസ് ജി ഓഫ് എൻ ഈസ് ദ വേസ്റ്റ് ടൈം. ദിസ് ഈസ് ദ ബിഗ് ഓഫ് എഫ് ഓഫ് എൻ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി? സി ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ സീറോ? എൻ സീറോ ഈസ് 3. ദെൻ ജി ഓഫ് എൻ ഈസ് എൻ സ്ക്വയർ. ദിസ് ഈസ് ദ big O of time complexity. Thank you.